ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടൊരു കസ്റ്റാർഡ് സേമിയ റെസിപ്പി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് സേമിയ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. സേമിയയുടെ അളവൊക്കെ നമ്മളെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. ഏകദേശം നമ്മുടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിൽ 1 കപ്പ് പാലും അതേ അളവിൽ വെള്ളവും ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് വെന്ത് വരണം. സേമിയ വേവാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 3 ടേബിൾ സ്പൂൺ പാലിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. സേമിയ വെന്ത് വരുമ്പോൾ നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് എടുക്കാം. കസ്റ്റാർഡ് പൗഡർ നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവർ വാങ്ങാം കേട്ടോ. ഇത് വാനില ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഓവറായിട്ട് തിക്കായി പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര തിക്കായാൽ മതി. നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഈ 2 മണിക്കൂർ ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇത് ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ ആഡ് ചെയ്യാം. ഇനി ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. കുറച്ച് നട്ട്സൊക്കെ കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.